നല്ല അടിപൊളി പടം, നല്ല മാസ് പടമാണ് പടം. എന്നുവെച്ചാൽ അനിൽ ദേവ് എന്ന് പറഞ്ഞ ഒരു പുതിയ സംവിധായകനാണ്. പുള്ളി ഇതിനു മുമ്പ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പടത്തിൽ നല്ലൊരു കഴിവാണ് പുള്ളി നമ്മൾ കണ്ടായിരുന്നത്. പറഞ്ഞ പോലെ തന്നെ ക്യാമറ വർക്കും അതിൻ്റെ മികച്ച രീതിയിൽ തന്നെയാണ് പോയേക്കുന്നത്. നല്ല BGM ഒക്കെ നല്ല അടിപൊളിയാണ്. ഇത് എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. ഇപ്പോൾ എല്ലാവരും കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഒരു പര്യവസാനം? നമുക്കൊരു സസ്പെൻസാണ്, നല്ലൊരു രീതിയിൽ അതവർ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ എല്ലാവരും വന്ന് കാണുന്ന പടമാണ്. ഓക്കെ, താങ്ക് യു. ഹലോ, പടമുണ്ട്. ഞാൻ ജനുവനായിട്ട് പറഞ്ഞു പോയി. കൊള്ളാം. തുടക്കം മുതൽ എൻഡ് വരെ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്തിട്ട് എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു ടൈപ്പാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടും ഒരു ക്രൈം ത്രില്ലർ പോലെ ഒക്കെ അവർ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജോണർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാവരും ഓരോരുത്തരുടെ ഇതനുസരിച്ച് തിയേറ്ററിൽ വന്ന് കാണാം. ഫാമിലി ഇമോഷണൽ ഉണ്ട്, അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഒരു തുടക്കം മുതൽ എൻഡ് വരെ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ടിങ് ചെയ്തിട്ടുള്ളവരായാലും ഇപ്പോൾ ഉണ്ണിലാലു ആയാലും കൂടെ അഭിനയിച്ചിട്ടുള്ളവരായാലും എല്ലാവരും നന്നായിട്ട് അവരുടേതായ റോളുകൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. എൻ്റെ മോനിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. എന്താ, എല്ലാം ഉണ്ട്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. പടം കൊണ്ട് നല്ല സിനിമയാണ്. നല്ല ഇമോഷണൽ രംഗങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ലൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് പടം. മാസ് ഫൈറ്റൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന തരത്തിലാണ് സിനിമ വന്നത്. സസ്പെൻസ്, ഒരു ത്രില്ലർ, മാസ് പരിപാടിയൊക്കെ രസമുണ്ട്. പടം നല്ല ഭംഗിയായിട്ടുണ്ട്. അടിപൊളിയല്ലേ? എനിക്ക് ആ ഫൈറ്റ് സീൻ ഇഷ്ടപ്പെട്ട, കണ്ണിൻ്റെ ഒരു ക്ലോസപ്പ് സീൻ ഉണ്ട്, എനിക്ക് അതാ ശരിക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ ഈ സിനിമയിൽ ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറ്റ് വാസ് ഗുഡ്. ഓവറോൾ ഇറ്റ് വാസ് നൈസ്. താങ്ക് യു. എന്ത് തോന്നി കണ്ടിട്ട്? നല്ലതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ പിടിക്കണ്ടല്ലേ. എന്താണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ട്? അറിയില്ല, എല്ലാവരും കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞത് പറയണത്. ഞാൻ അഭിനയിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എങ്ങനെയുണ്ട്. എല്ലാവരും കാണാം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക. അങ്ങനെ ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയുക? പറയുന്നത് ഫീൽ ഗുഡ് സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണാം. ഭയങ്കര പ്രതീക്ഷകളോ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ ചുമ്മാ ടൈമായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. അത് പറയുന്നത്. മൂവി റിലീസായി, എന്താണ് പ്രതികരണങ്ങളൊക്കെ? എന്താണ് അപ്പോൾ നമ്മളൊരു പുതുമുഖ നടനെ വെച്ചിട്ട് ഒരു രേഖ എന്ന് പറഞ്ഞ പടത്തിലൂടെ വന്നൊരു നായകനാണ് ഉണ്ണിലാലു. ആ ഉണ്ണിലാലുവിനെ വെച്ചിട്ടൊരു സിനിമ നമ്മൾ ഇത്രയും ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ നമ്മുടെ ചെറിയ പരിമിതികൾക്കുള്ളിൽ കൊണ്ട് ചെയ്യാൻ പറ്റി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇത്തരം വലിയ വലിയ സിനിമകളുടെ ഇടയിൽ നമ്മുടെ ഒരു ചെറിയ കൊച്ചു സിനിമ അത് ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കണ്ടവർക്കൊക്കെ കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ്. ചെറിയ കൊച്ചു സിനിമ ആയതുകൊണ്ട് അതിൻ്റെ പരിമിതികളുണ്ട്. ഈ സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം അത്യാവശ്യം പുതിയ ആൾക്കാരാണ്. ഇപ്പം ഞാൻ പുതിയ സംവിധായകനാണ്. ഉണ്ണിലാലു രേഖ എന്ന് പറഞ്ഞ പടത്തിലൂടെ വന്ന ആളാണ്. അദ്ദേഹത്തിനും അതുപോലെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡ് തന്നെയാണ്, പുതിയ പ്രൊഡക്ഷനാണ്. അപ്പോൾ നമ്മുടെ ഒരു ടീം തന്നെ ഉണ്ട്, പുതിയ ആൾക്കാർ. അങ്ങനെ എന്നെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ടീമിനെ പോലെ എല്ലാവരെയും, പുതിയ സിനിമകൾ ചെയ്യുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. കുറച്ച് തിയേറ്റേഴ്സൊക്കെ നമുക്ക് തരണം എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ചെറിയ പരിപാടികളും മൊത്തം പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റിയ സന്തോഷമായെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒരേ സമയം റിലീസാണ്. അവിടെയെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഈ ചെറിയ പടം അത്യാവശ്യം കുഴപ്പമില്ലെന്ന് ഞങ്ങൾ കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. തിയേറ്ററൊക്കെ കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.